വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ടൗൺഷിപ്പ് ഒരുക്കും. പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ലഘൂകരിക്കാൻ കോട്ടയത്ത് പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ സംഭാവന നൽകേണ്ട QR കോഡ് സംവിധാനം സർക്കാർ ഒഴിവാക്കി. വയനാട് ദുരന്തഭൂമിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് സുരക്ഷിതമായ മറ്റൊരു പ്രദേശം അതിവേഗം കണ്ടെത്തി അവിടെ ടൗൺഷിപ്പ് ഒരുക്കും. ഭരണതലത്തിൽ ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ മൂലകാരണത്തെക്കുറിച്ച് സർക്കാർ പഠിക്കും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് ഇനി സംസ്ഥാനത്ത് തന്നെ ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കും. ഇതിനായി കോട്ടയത്ത് കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് പ്രത്യേകമായി ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ മാനവശേഷിയും സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിന് ലഭ്യമാക്കും. ഇങ്ങനെ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതോടൊപ്പം ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി മുൻകരുതലുകൾ തയ്യാറാക്കാനും കഴിയും. വയനാടിനായി നാടൊന്നാകെ കൈകോർക്കുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള QR കോഡ് സംവിധാനത്തിൻ്റെ പേരിൽ ചിലർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ QR കോഡ് പിൻവലിക്കുന്നുവെന്നും സംഭാവനകൾ ഇനി മുതൽ UPI ID വഴി നൽകുവാനുള്ള സംവിധാനം ഒരുക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.